ഹലോ നമസ്കാരം, കാർണിവൽ കാർഡ്സിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അനുമോളുടെ ബിഗ് ബോസ് സീസൺ 7 വിന്നറിലെ അനുമോളുടെ വീടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ തന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ അനുമോളെ കാണാനായിട്ടുള്ള ധൃതിയിലായിരുന്നു പോയത്. അനുമോളുടെ വീട്ടിൽ ചെന്നു. അനുമോൾ ഇന്ന് വൈകിട്ട് 5:30 വരത്തുള്ളൂ. അത് കാണാനായിട്ട് പോയി. അങ്ങനെ എയർപോർട്ടിൽ ചെന്നപ്പോൾ ഇപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അനുമോളുടെ 2 സുഹൃത്തുക്കളാണ്. അവർ അനുമോളെ പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അവരുടെ വിശേഷങ്ങൾ കേൾക്കാം. ഒരു സ്ട്രാറ്റജിക്ക് ഉപരി അതൊരു തമ്മിലൊരു തമാശ രീതിയിലാണ് അവർ ചെയ്തത്. അപ്പോൾ ഐ ഡോണ്ട് തിങ്ക് അതൊരു വലിയ ഇഷ്യൂ ആണ് എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ തമാശ ചെയ്തത് അനുമോൾ മാത്രമല്ല, അനീഷ് അത് റിയൽ ആണെന്ന് അത് പ്രപ്പോസ് ചെയ്യാൻ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ലല്ലോ, എന്താണ് എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇതിനു മുമ്പും പഴയ സീസണിൽ ആൾക്കാർ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അനീഷ് അങ്ങനെ സീരിയസ് ആക്കി എടുക്കും എന്നാർക്കും ഫീൽ ചെയ്യത്തില്ല. അതൊരു റീസണാണ്. അങ്ങനെ അവരുടെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞതാണ്. ഈ അനുമോളുടെ ചേച്ചിയാണ്. അനുമോളുടെ ചേച്ചിക്ക് കണ്ട് നല്ല പുറകെ കൂടെ അനുമോളുടെ പി ആർ ഇപ്പോൾ അങ്ങോട്ട് നടന്നുപോയി. നല്ല അനുമോളുടെ ചേച്ചി ബന്ധുക്കളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഓരോരുത്തർ അവിടെ വിശേഷങ്ങൾ ചോദിക്കുന്നു. അനുമോളെ കാത്തു നിൽക്കാൻ ഈ ജനങ്ങൾ മൊത്തം അനുമോൾ സീസൺ 7 ബിഗ് ബോസ് സീസൺ 7 വിന്നറിൽ അനുമോളെ കാത്തു നിൽക്കുകയാണ് ഇവിടെ മൊത്തം. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ക്യാമറ സെൻഡ് ചെയ്ത് പിടിച്ചിരിക്കുന്നത് അനുമോളുടെ പി ആർ എന്ന് പറഞ്ഞു ബിനു എന്ന് പറഞ്ഞ ആളെയാണ് ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ വിവാഹങ്ങളൊക്കെ ആയ PR 16 ലക്ഷം രൂപ കൊടുത്തു, മറ്റുള്ള കാര്യങ്ങൾ കൊടുത്തു എന്നുള്ള രീതിയിൽ ഈ കാണുന്ന ജനങ്ങൾ മൊത്തം അനുമോളെ കാത്ത് നിൽക്കുന്നവരാണ്. നമ്മൾ കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് അത് അനുമോൾ മാത്രമല്ല വരുന്നത്, വേറെ കുറേ ആൾക്കാർ വരുന്നത്. അനുമോളുടെ അമ്മയാണ് ആ കുഞ്ഞിനെ പിടിച്ച് മാറ്റിയത്. അനുമോളുടെ അച്ഛനോട് തൊട്ട് സൈഡിൽ നിൽപ്പുണ്ട്. വേറെ ഗസ്റ്റ് വരുന്നുണ്ട്. അനുമോൾ ഇപ്പോൾ ആൾറെഡി എയർപോർട്ട് അകത്ത് വന്ന് നിൽപ്പുണ്ട്. ഒരു ഗസ്റ്റ് വരുന്നുണ്ട്. ആ ഗസ്റ്റിന് ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് ഷിയാസ് കരീമാണ് ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നത്. ആ ഷിയാസ് കരീമിനെ കാത്തു നിൽക്കുകയാണ്. ഷിയാസ് കരീമും കൂടെ വന്നിട്ട് അനുമോളുടെ അകത്ത് നിന്ന് ഇറങ്ങുന്നു പറഞ്ഞു. അധികം വൈകിയില്ലാണ്ട് ഷിയാസ് കരീം എത്തി. അനുമോളുടെ ബ്രദറും അനുമോളുടെ ബന്ധുക്കളും അനുമോളുടെ അച്ഛനെ പുള്ളിക്കാരൻ നല്ല ജനൻ പേഴ്സണാണ് കേട്ടോ. നമ്മൾ കൈയെടുത്ത് കാണിച്ചപ്പോഴൊക്കെ നമ്മളോടൊക്കെ വലിയ സഹകരണമായിട്ട് നിൽക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഈ ക്രൗഡിൻ്റെ ഇടയ്ക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ചെറിയൊരു ഇതുണ്ട്. ആ ഒരു ഇതിൽ നിന്നുള്ളതാണ്ട് വീട് വന്ന് കെട്ടിപ്പിടിച്ചു. ഷിയാസ് കരീമിനെ കെട്ടിപ്പിടിച്ചു. അങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ നിൽപ്പുണ്ട്. അനുമോളുടെ ഫ്രണ്ട്സ്, നേരത്തെ നമുക്ക് ബൈറ്റ് ചെയ്യുന്ന ഫ്രണ്ട്സൊക്കെ അവിടെ നിൽപ്പുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ കൃത്യം 3 മണിക്ക് ഞാൻ എയർപോർട്ടിൽ ചെന്നതാണ്. അനുമോൾ ഇറങ്ങിയപ്പോൾ ഏകദേശം 7:30 കഴിഞ്ഞിരിക്കുന്നു. 7:30 വരെ ഞങ്ങൾ അത്രയും പേര് അവിടെ നിൽക്കി. പക്ഷേ അനുമോളുടെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ മുഖത്തും എല്ലാവരുടെ അടുത്തും എല്ലാവരോടും പോസിറ്റീവായിട്ട് നിന്നു. ഇത്രയും ഒരു വിന്നറായതിൻ്റെ ഒരു പ്രൗഢിയോ കാര്യങ്ങളോ ഒന്നും അനുമോളുടെ ആ ഒരു ഇതിലില്ലായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ കാത്തിരുന്ന ആ ഒരു ടൈം എത്താറായി. ഇതിൻ്റെ ഇടയ്ക്ക് അനുമോളുടെ ബിഗ് ബോസ് സീസൺ ബിന്നിയാണ് ഇപ്പോൾ നടന്നു പോയിരിക്കുന്നത്. ബിന്നിയെ കാണാനുള്ള ഭാഗ്യമുണ്ടായി. അങ്ങനെ ബിന്നിയെ മാത്രമല്ല കേട്ടോ, വേറെയും 2-3 കണ്ടസ്റ്റൻറ്റിനെ കാണാൻ ഭാഗ്യമുണ്ടായി. ബിന്നി വന്നു, നമ്മുടെ സാബുമൻ വന്നു, അനീഷ് വന്നു. ഇനിവേ നമ്മൾ കാത്ത് കൊണ്ടിരുന്ന നമ്മുടെ അനുമോൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഒരുപാട് ചവിട്ടും തൊഴിയും കൊണ്ടിട്ടാണ് അനുമോളുടെ അത്രയെങ്കിലും ഒരു വീഡിയോ കിട്ടിയത്. ഇനി മൊത്തം അനുമോളുടെ ത്രില്ലിംഗ് വീഡിയോസാണ് നമ്മുടെ മുന്നിൽ എത്തിച്ചേരാൻ പോകുന്നത്. ഒരുപാട് ചവിട്ടിടിയും കൊണ്ടു. അതെല്ലാം ഇനി സ്കിപ്പ് ചെയ്യാനുള്ള സമയം എനിക്ക് അവിടെ നിന്ന് കിട്ടിയില്ല. അപ്പോഴത്തേക്കും എല്ലാവരും ഇടിച്ച് തെള്ളി കയറിയുള്ള ഇതിലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ അനുമോളുടെ കാറിൻ്റെ പുറയിലോടി അനുമോളുടെ സൺറൂഫ് തുറന്ന് അതിൻ്റെ മുകളിൽ കയറി ചെയ്യായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ടോ വീഡിയോ എടുക്കാനായിട്ട്. കാരണം അനുമോളുടെ ഒരു ബൈറ്റ് കിട്ടാൻ, അല്ലെങ്കിൽ അനുമോളുടെ ഒരു ഹായ് കിട്ടാനായിട്ട് ഒരുപാട് ബൈറ്റ് കിട്ടി. അതാണ്ട് ഇപ്പോൾ അനുമോൾ നമ്മുടെ ക്യാമറ നോക്കി ഹായ് പറയും. ഹായ് എന്ന് ഇപ്പോൾ പറയും. അത് ഒരുപാട് കഷ്ടപ്പെട്ട് കിട്ടുകയാണ്. അത് മാത്രമല്ല, വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ അനുമോളുടെ കാറിൻ്റെ ടയർ ജസ്റ്റ് എൻ്റെ കാലയിലൊന്ന് കയറിയായിരുന്നു. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, ഐ എം സേഫ്. ബട്ട് എന്നാലും ചെറിയൊരു വേദന ഉണ്ടായിരുന്നു. അത്രയും വേദനയെല്ലാം സഹിച്ചാണ് നമ്മൾ ഇതാക്കി നിന്നത്. പക്ഷേ റിസൾട്ട് ഉണ്ടായി, അനുമോളെ കാണാൻ പറ്റി. ഈ തള്ള ഇറങ്ങി വരുന്ന ഷിയാസ് കരീം പോലും ഒരുപാട് പുറയിലാണ്. അയാളെ ഒരു സെലിബ്രിറ്റി, ഇന്ത്യക്കാരനെ പോലും ജനങ്ങൾ തെള്ളി മാറ്റുകയാണ് ഈ അനുമോളെ കാണാനായിട്ടുള്ളൊരു ഇതിന് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് എഡിറ്റിങ്ങിനകത്ത് ചെറിയൊരു പ്രശ്നം വന്നുകൊണ്ടാണ് കേട്ടോ, ക്ഷമിക്കണം. അതുകൊണ്ട് അനുമോൾ ഇറങ്ങി വരുന്ന വീഡിയോ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്.
നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. ഇതിനകത്ത് അനുമോളുടെ അടുത്ത് നിൽക്കുന്ന അനുമോൾ സൺറൂഫ് തുറന്ന് കാലിൻ്റെ മുകളിൽ കയറി നിൽക്കുന്ന ബൈറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ മൊത്തം വീഡിയോയും കണ്ടിട്ട് സ്കിപ്പ് ചെയ്ത് പോകരുത്. മൊത്തം വീഡിയോയും കാണണം. ഇതിൻ്റെ അവസാനം ഇഷ്ടം പോലെ നമുക്ക് അനുമോളുടെ ഏറ്റവും അടുത്ത് നിന്നുള്ള ഹായ് കിട്ടും. അനുമോൾ ഒരു സിമ്പിൾ പേഴ്സണാണ്, ഒരു ജെന്യുവൻ പേഴ്സണാണ്. നമുക്കത്ര മനസ്സിലാവും. നിങ്ങൾ അതിനെപ്പറ്റി ഒന്ന് വെയിറ്റ് ചെയ്യൂ. നിങ്ങൾ വീഡിയോ മൊത്തം കാണും. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് ആ ഒരു ഇത് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം അനുമോളെ ഏകദേശം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എങ്ങനെ പോയി ക്രോസ് ചെയ്യാൻ വേണ്ടി അവസാനം അനുമോൾ നമ്മളോട് സംസാരിക്കുന്ന ആ ഒരു രംഗം എത്തിച്ചേർന്നിരിക്കുന്നതാണ്. ഈ വീഡിയോ ആണ്. നിങ്ങൾക്ക് ആ സൗണ്ട് വൃത്തിയായിട്ട് കേൾക്കാം. നമ്മൾ കാറിൻ്റെ ഫ്രണ്ടിലെത്തി. ഇനി അനുമോൾ നമ്മളോട് സംസാരിക്കും. ഹായ് എന്ന് മാത്രമേ പറയത്തുള്ളൂ. നോക്കിക്കോളൂ.